നമ്മുടെ നാട്ടിൽ കിഡ്നി രോഗം മൂർച്ഛിച്ച് ഡയാലിസിസിലേക്ക് എത്തിപ്പെടുന്ന രോഗികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം രോഗികളുടെ ജീവനാഡി എന്ന് തന്നെ പറയാവുന്ന സംഭവമാണ് ആർട്ടീരിയോവീനസ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ആർട്ടീരിയോവീനസ് ഫിസ്റ്റുല ഫെയിലാകുമ്പോൾ അതിനുള്ള ഫ്ലോ കുറയുമ്പോൾ പല ലക്ഷണങ്ങൾ കാണിക്കാം. ചില ആളുകളുടെ അടുത്ത് ഡയാലിസിസ് സെൻ്ററിലെ സ്റ്റാഫുകൾ തന്നെ പറയും വേണ്ട ഫ്ലോ കിട്ടാത്തതിനെ കുറിച്ചിട്ട്. മെഷീനിൽ ചിലപ്പോൾ കണ്ടിന്യൂസ് അലാറം അടിക്കുന്നുണ്ടാവും. പ്രഷറിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ആ നീഡിലിൽ കൂടിയിട്ടുള്ള പ്രഷറിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ. അതല്ലാതെ ചിലപ്പോൾ ബ്ലീഡിങ് നിൽക്കാൻ താമസം ഉണ്ടാവുക. ഡയാലിസിസ് കഴിഞ്ഞിട്ടും ആ കുത്തിയെടുത്തുനിന്ന് ബ്ലീഡിങ് നിൽക്കാൻ താമസം വരിക. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഒരു വാസ്കുലർ സർജനെ ആ ഫിസ്റ്റുല കാണിച്ച് അസസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ചുരുക്കം അല്ലെങ്കിൽ സ്റ്റീനോസിസ് അഥവാ ബ്ലോക്ക് പോലെ ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ ആ ഫിസ്റ്റുലകൾ അത് ബലൂൺ ചെയ്യുന്നത് ഈ ഫിസ്റ്റുലകൾ നമ്മൾ ദീർഘകാല പ്രവർത്തനക്ഷമമായി വെക്കാനായിട്ട് സഹായിക്കും. ഈ പ്രൊസീജിയറിന് സാധാരണയായി നമ്മൾ ഫിസ്റ്റുലോപ്ലാസ്റ്റി അല്ലെങ്കിൽ വീനോപ്ലാസ്റ്റി എന്നാണ് പറയുക. ഇത് കീഹോളായി, അതായത് ചെറിയൊരു സൂചിയും വയറും വെച്ചിട്ട് ഒരു ആൻജിയോഗ്രാം പോലെ എടുത്ത് ഈ ബ്ലോക്ക് കൃത്യമായി നിർണ്ണയിച്ച് ബലൂണിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഫിസ്റ്റുലയുടെ ഉള്ളിൽ ബലൂണിങ് പോലെ ചെയ്തിട്ടാണ് ഈ ബ്ലോക്കുകൾ തുറക്കുന്നത്. ഓൾറെഡി ബ്ലോക്കായ ഫിസ്റ്റുലകളിലും ഈ രീതി ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാണ്ട്, ഓൾറെഡി പൂർണ്ണമായി ബ്ലോക്കായി ഡയാലിസിസ് ചെയ്യാൻ പറ്റാത്ത ഫിസ്റ്റുലകൾ ആദ്യത്തെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എത്രയും വേഗം കാണിക്കുന്നതാണ് ബെറ്റർ. കാരണം ഈ രക്തം കട്ട പിടിച്ച് കൂടുതൽ നാളിരുന്നാൽ അത് കൂടുതൽ കട്ടയാവുകയും പ്രൊസീജിയർ ഫെയിൽ ആവാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. ഇത് കഴിഞ്ഞാലും നിങ്ങൾ വാസ്കുലർ സർജൻ്റെ അടുത്ത് തുടർച്ചയായി ഫോളോ അപ്പ് ചെയ്തിട്ട് ഈ ഫിസ്റ്റുല പ്രവർത്തനക്ഷമമാണ്, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ നമുക്ക് ഏറെ നാൾ ഒരു ആർട്ടീരിയോവീനസ് ഫിസ്റ്റുല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും.